ധനുഷ്കുടിയിലേക്ക് വന്ന ബസ്സും കാത്ത് ഇപ്പോൾ അരമണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അന്നേരം ഒരു ഓട്ടോക്കാരൻ നമ്മളോട് വന്ന് വെച്ച് 100 റുപ്യ വന്നായി വരുന്നു വെച്ച്. അന്നേരം 30 റുപ്യ ബസ്സിന് വേണ്ടു എന്നും പറഞ്ഞിട്ട് നമ്മൾ പോകാണ്ടെന്ന്. ഇടിയിലെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ആ ഓട്ടോക്കാരൻ വിളിച്ചേരം പോയ മതിയേനു. ഇപ്പോൾ ഓട്ടോവും പോയി ബസ്സും ഇല്ല. നിന്ന് അവസാനം ബസ് വന്ന്. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓട്ടോ വിളിച്ചിട്ട് പോയിട്ടില്ല, ബസ്സിന് പോകാന്ന് പറഞ്ഞിട്ട്. ബസ് കയറി ബസ്സിൽ നിന്ന് നേരെ ആ ലൈറ്റ് ഹൗസിന് മുമ്പിലാണ് പോയി ഇറങ്ങി. എന്നിട്ട് ഓൾഡ് ചർച്ചും കണ്ട് എന്നിട്ട് കുറച്ചുള്ളോട്ട് ആടുന്ന് എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ടാണെങ്കിൽ ഇതിൻ്റെ തലയും പാലും കാണുന്നില്ല. കുറേ നേരം നടന്ന് ഇപ്പം അന്ന് ഭൂമി ഉരുണ്ടിട്ടാന്നുള്ള കാര്യം മനസ്സിലായി. ഇവിടുന്ന് 4 ഭാഗത്ത് നോക്കിയാലും ആകാശം കാണാം. എന്തോ ഒരു ഭാഗ്യയിലോണ്ട് ലിഫ്റ്റ് കിട്ടി. അതുകൊണ്ട് നടക്കാണ്ട് അങ്ങ് വരെത്തി. ആടെ പിന്നെ കുറച്ച് നിന്ന് ആടുന്ന് 6 മണിക്കാണ് ലാസ്റ്റ് ബസ്. ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് കയറി. ഇത് ബസ് കയറി തൊട്ട് തുള്ളാൻ തുടങ്ങിയ ഈ സാധനം ഇതെങ്ങനെയാണോ ഓഫാക്കുന്നത്. പിന്നെ ഇവിടുന്ന് രാവിലെ 5:30 വണ്ടിക്ക് രാമേശ്വരത്തിന് കയറാനുള്ളത്. രാമേശ്വരത്തിന് കയറി കഴിഞ്ഞാൽ 9:30 ആകുമ്പോഴേക്കും നമുക്ക് മധുരക്കെത്താം. നമ്മളിപ്പം പാമ്പം പാലം വഴിയാണ് പോകുന്നത്. ഈ പാലത്തിന് ഏകദേശം 2 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. ഇന്നലെ തൊട്ട് ഈറ്റിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ടേ ഉള്ളൂ. ഇത് അപ്പക്കേനും വന്ന് ഇന്ത്യൻ റെയിൽ ഹോസ്റ്റസ്. മധുരയിൽ നിന്ന് കോയമ്പത്തൂർ വഴി തലശ്ശേരി പോകുന്ന ട്രെയിനെല്ലാം ഫുള്ളായി. അതുകൊണ്ട് തന്നെ കോട്ടയത്തേക്ക് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ടിക്കറ്റ് ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടം വരെ വന്നില്ല, എന്തായാലും ആലപ്പുഴയും കൂടി പോകാമെന്ന് എഴുതി ചങ്ങനാശ്ശേരിക്ക് വേണ്ടി. ചങ്ങനാശ്ശേരി എത്തുമ്പോൾ 1:30 ആയതുകൊണ്ട് ഇനി റൂം എടുക്കാനൊന്നും കഴിയില്ലാന്ന് എഴുതിയിട്ട് ആടെയുള്ള കാസേൻ്റെ ഉള്ളിലും വെളിഞ്ഞ് കയറി കിടന്ന്. എന്നിട്ട് രാവിലത്തെ ഫസ്റ്റ് ബസ്സിന് തന്നെ കയറി രാവിലെ ഒരു 7 മണി ആയത്തേക്ക് തന്നെ ആലപ്പുഴ എത്തി. ആടെ എത്തുമ്പോൾ ക്ലൈമറ്റ് എല്ലാം മാറി, നല്ല മഴക്കാർ. പിന്നെ ഫസ്റ്റ് വന്ന ബോട്ട് കയറി. എന്നിട്ട് ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ആടുന്ന ഡ്രോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. നല്ല മഴ പോകുന്നവർ പിന്നെ ആടെ തന്നെ വെയിറ്റ് ചെയ്ത്. മഴ പോയതിന് ശേഷം അടുത്ത ബോട്ട് വരുന്നവരെ കാത്ത് അതിൽ കയറി പിന്നെ ആലപ്പുഴയിലൊന്ന് കറങ്ങി തിരിഞ്ഞ് എന്നിട്ട് പിന്നെ അത്രേ ഉള്ളൂ. ഇപ്പം ശരി, ബൈ.